ഹലോ എവ്രി വൺ. അപ്പം നമ്മുടെ ഫസ്റ്റ് സെം MCOMലെ കോർപ്പറേറ്റ് ഗവർണൻസ് ആൻഡ് ബിസിനസ് എത്തിക്സ് എന്ന സബ്ജക്റ്റാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോണത്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന 2 മാർക്ക് ക്വസ്റ്റ്യൻസും ആൻസേഴ്സാണ് പറയാൻ പോണേ കേട്ടോ. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? വാട്ട് ഡു യു മീൻ ബൈ ഇൻസൈഡർ ട്രേഡിങ്? എന്താ ഇൻസൈഡർ ട്രേഡിങ് എന്ന് പറഞ്ഞാൽ? അതായത് ഒരു പബ്ലിക്കലി ട്രേഡഡ് ആയിട്ടുള്ള ഒരു കമ്പനിയുടെ സ്റ്റോക്ക് ഒരു പേഴ്സൺ എന്ത് ചെയ്യാണ്? ബൈ ചെയ്യാണ് അല്ലെങ്കിൽ സെല്ല് ചെയ്യാണ്. അപ്പോൾ അയാൾ ഈ ബൈയിങ് ചെയ്യുമ്പോഴും സെല്ലിങ് ചെയ്യുമ്പോഴും എങ്ങനെയായിരിക്കും അയാൾക്ക് ആ കമ്പനീനെ കുറിച്ചിട്ടുള്ള കുറച്ച് മെറ്റീരിയൽ ഇൻഫോർമേഷൻ അയാളുടെ കയ്യിലുണ്ടായിരിക്കും. അതായത് നോൺ പബ്ലിക് അല്ലാത്ത എല്ലാവർക്കും അറിയുന്ന ഇൻഫോർമേഷൻ അല്ലാതെ ആ കമ്പനിയെക്കുറിച്ച് ആർക്കും അറിയാത്ത കുറച്ച് മെറ്റീരിയൽ ഇൻഫോർമേഷൻ കയ്യിൽ വെച്ചുകൊണ്ട് ആ കമ്പനിയുടെ കുറച്ച് സ്റ്റോക്ക് ബൈ ചെയ്യോ സെല്ല് ചെയ്യോ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് ഇൻസൈഡർ ട്രേഡിംഗ് എന്ന് പറയുന്നത്. ആ മെറ്റീരിയൽ ഇൻഫോർമേഷൻ വെച്ചിട്ട് ചിലപ്പോൾ അയാൾക്ക് അറിയായിരിക്കും ഈ സ്റ്റോക്ക് ബൈ ചെയ്യോ സെല്ല് ചെയ്യോ ചെയ്തു കഴിഞ്ഞാൽ അയാൾക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടെന്ന് അയാൾക്ക് അറിഞ്ഞുകൊണ്ട് അങ്ങനത്തെ നോൺ പബ്ലിക് ആയിട്ടുള്ള ആ ഒരു മെറ്റീരിയൽ ഇൻഫോർമേഷൻ വെച്ചിട്ട് പബ്ലിക്കലി ട്രേഡഡ് ആയിട്ടുള്ള കമ്പനിയുടെ സ്റ്റോക്ക് ബൈ ചെയ്യോ സെല്ല് ചെയ്യോ ചെയ്യുന്നതിനെയാണ് ഇൻസൈഡർ ട്രേഡിംഗ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് വർക്ക് എത്തിക്സ്? വർക്ക് എത്തിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു വർക്ക് പ്ലേസിലുള്ള എംപ്ലോയിയിലെ ആ എംപ്ലോയിയുടെ കുറച്ച് പേഴ്സണൽ സെറ്റ് ഓഫ് വാല്യൂസ് ഉണ്ടായിരിക്കും. അതായത് വർക്ക് പ്ലേസിൽ എങ്ങനെയാണ് എംപ്ലോയി ബിഹേവ് ചെയ്യേണ്ടത് എന്നുള്ള എംപ്ലോയിയുടെ കുറച്ച് പേഴ്സണൽ സെറ്റ് ഓഫ് വാല്യൂസ് ഉണ്ടായിരിക്കും. അതിനെയാണ് വർക്ക് എത്തിക്സ് എന്ന് പറയുന്നത്. ഒരു എംപ്ലോയിക്ക് വേണമെങ്കിൽ വർക്ക് പ്ലേസിൽ എന്താവാം? ഗുഡ് ആവാം, അതുപോലെ തന്നെ ബാഡും ആവും അല്ലേ? അതുപോലെ തന്നെ ഓരോന്നും, അതായത് അവരുടെ എംപ്ലോയിയുടെ ബിഹേവിയർ ആ ഒരു വർക്ക് പ്ലേസിൽ എന്ത് ചെയ്യുന്നുണ്ടെന്നാണ് പറയണത്? ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്നാണ് പറയണത്. അപ്പോൾ ഒരു എംപ്ലോയിയുടെ വർക്ക് പ്ലേസിലുള്ള അയാളുടെ ആ ഒരു ബിഹേവിയറിനെ, ആ ഒരു എംപ്ലോയി എങ്ങനെ ബിഹേവ് ചെയ്യും എന്ന് ഡിറ്റർമൈൻ ചെയ്യുന്ന കുറച്ച് പേഴ്സണൽ സെറ്റ് ഓഫ് വാല്യൂസിനെയാണ് വർക്ക് എത്തിക്സ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് കോർപ്പറേറ്റ് ഗവർണൻസ്? കോർപ്പറേറ്റ് ഗവർണൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു ഫേം ഉണ്ട്, ആ ഫേമിനെ ഡയറക്റ്റും ചെയ്യണം കൺട്രോൾ ചെയ്യണം അല്ലേ? ഇങ്ങനെ ഡയറക്റ്റ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനും നമ്മൾ കുറച്ച് സിസ്റ്റം ഓഫ് റൂൾസ്, പ്രാക്ടീസസ്, പ്രോസസ്സൊക്കെ ഫോളോ ചെയ്യുന്നുണ്ടായിരിക്കും. ആ സിസ്റ്റം ഓഫ് റൂൾസിനെയും പ്രാക്ടീസസിനെയും പ്രോസസ്സിനെയാണ് കോർപ്പറേറ്റ് ഗവർണൻസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഒരു ഫേമിനെ ഡയറക്റ്റ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനായിട്ടും നമ്മൾ കുറച്ച് സെറ്റ് ഓഫ് റൂൾസും പ്രാക്ടീസസും പ്രോസസ്സും ഒക്കെ ഫോളോ ചെയ്യുന്നുണ്ടായിരിക്കും. ഈ സെറ്റ് ഓഫ് റൂൾസിനെയും പ്രാക്ടീസസിനെയും പ്രോസസ്സിനെയൊക്കെയാണ് കോർപ്പറേറ്റ് ഗവർണൻസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കോർപ്പറേറ്റ് ഗവർണൻസ് എന്താണ് മെയിനായിട്ട് നോക്കുന്നത്? നമ്മുടെ കമ്പനിയുടെ കുറച്ച് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉണ്ടായിരിക്കും. സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ്? ഷെയർ ഹോൾഡേഴ്സ്, ഗവൺമെൻറ്, കമ്മ്യൂണിറ്റി, അങ്ങനെ കൺസ്യൂമേഴ്സ്, അങ്ങനെ കുറച്ച് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇവരുടെ ഇൻട്രസ്റ്റ്, കമ്പനിയുടെ ഇൻട്രസ്റ്റും ഇവരുടെ ഇൻട്രസ്റ്റും ബാലൻസ് ചെയ്യാന്നുള്ളത് കൂടിയാണ് കോർപ്പറേറ്റ് ഗവർണൻസ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ കോർപ്പറേറ്റ് ഗവർണൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫേമിനെ ഡയറക്റ്റ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനും നമ്മൾ കുറച്ച് സിസ്റ്റം ഓഫ് റൂൾസും പ്രാക്ടീസസും പ്രോസസ്സും ഒക്കെ ഫോളോ ചെയ്യുന്നുണ്ട്. അതിനെയാണ് കോർപ്പറേറ്റ് ഗവർണൻസ് എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെ കോർപ്പറേറ്റ് ഗവർണൻസ് എന്താ ചെയ്യണേ? നമ്മുടെ കമ്പനിയുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ ഇൻട്രസ്റ്റും നമ്മുടെ കമ്പനിയുടെ ഇൻട്രസ്റ്റും എന്തായി പോണു? ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണു എന്നുള്ളതാണ് കോർപ്പറേറ്റ് ഗവർണൻസ് ചെയ്യുന്നത് കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഡിഫറൻഷ്യേറ്റ് ബിറ്റ്വീൻ ഹോൾഡിംഗ് കമ്പനി ആൻഡ് സബ്സിഡറി കമ്പനി. ഹോൾഡിംഗ് കമ്പനിയും സബ്സിഡറി കമ്പനിയും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഹോൾഡിംഗ് കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഹോൾഡിംഗ് കമ്പനി എന്ന് പറയുന്നത് ഒരു പാരൻറ്റ് കമ്പനിയാണ്. ഈ കമ്പനി ചെയ്യുന്നത് എന്തായിരിക്കും? വേറെയുള്ള കമ്പനീസിനെ, അതർ കമ്പനീസിനെ എന്ത് ചെയ്യുക? ഓൺ ചെയ്യുക, അതുപോലെ തന്നെ കൺട്രോൾ ചെയ്യുക എന്നൊക്കെ ചെയ്യുന്നതാണ് ഹോൾഡിംഗ് കമ്പനി. ഹോൾഡിംഗ് കമ്പനിയിൽ മെയിനായിട്ട് ചെയ്യുന്നത് അവർ മറ്റുള്ള കമ്പനീസിനെ, അതായത് ഈ പറയുന്ന സബ്സിഡറി കമ്പനീനെയെല്ലാം ഓൺ ചെയ്യും കൺട്രോൾ ചെയ്യും ചെയ്യുന്ന കമ്പനീസാണ് ഹോൾഡിംഗ് കമ്പനി അല്ലെങ്കിൽ പാരൻറ്റ് കമ്പനി എന്ന് പറയുന്നത്. പിന്നെ പറയുന്നത് സബ്സിഡറി കമ്പനി. സബ്സിഡറി കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഈ കമ്പനി, സബ്സിഡറി കമ്പനി എന്ന് പറയുന്നത് ഒരു ബിസിനസ് എൻറ്റിറ്റി ആയിരിക്കാം, അല്ലെങ്കിൽ കോർപ്പറേഷൻ ആയിരിക്കാം. ഇവരെ ഒന്നെങ്കിൽ ഫുള്ളി ഓൺ ചെയ്യുന്നത് അല്ലെങ്കിൽ പാർഷ്യലി കൺട്രോൾ ചെയ്യുന്നത് ആരായിരിക്കും? വേറെ കമ്പനി ആയിരിക്കും. സബ്സിഡറി കമ്പനിയുടെ കാര്യങ്ങൾ നോക്കുന്നത് സബ്സിഡറി കമ്പനി തന്നെ ആയിരിക്കില്ല, പകരം വേറെ ഏതെങ്കിലും കമ്പനീസ് ആയിരിക്കും, ഹോൾഡിംഗ് കമ്പനി ആയിരിക്കും സബ്സിഡറി കമ്പനിയുടെ കാര്യങ്ങൾ നോക്കുന്നത്. അങ്ങനെ
അങ്ങനെയുള്ള കമ്പനീസിനെയാണ് സബ്സിഡറി കമ്പനി എന്ന് പറയുന്നത്. ഹോൾഡിംഗ് കമ്പനിയും സബ്സിഡറി കമ്പനിയും ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഡു യു മീൻ ബൈ IFRS? IFRS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ്. അപ്പോൾ IFRS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെറ്റ് ഓഫ് അക്കൗണ്ടിങ് റൂൾസ് ആണ്. അതായത് എങ്ങനെ ഇൻഫോർമേഷൻ ഗ്യാദർ ചെയ്യണം, അതുപോലെ തന്നെ ഫിനാൻഷ്യൽ റിപ്പോർട്ടിൽ എങ്ങനെ ഈ ഗ്യാദർ ചെയ്ത ഇൻഫോർമേഷൻ എല്ലാം പ്രസൻറ്റ് ചെയ്യണം എന്ന് പറയുന്ന കുറച്ച് സെറ്റ് ഓഫ് റൂൾസിനെയാണ്, സെറ്റ് ഓഫ് അക്കൗണ്ടിങ് റൂൾസിനെയാണ് IFRS എന്ന് പറയുന്നത്. അപ്പോൾ IFRS ഫൗണ്ടേഷനോ, IFRS ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഓർഗനൈസേഷനാണ്. പബ്ലിക് ഇൻട്രസ്റ്റിലാണ് അവർ വർക്ക് ചെയ്യുന്നത്. അവർ എന്തിനു വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്യുന്നത്? ഈ പറയുന്ന IFRS, സിംഗിൾ സെറ്റ് ഓഫ് ഗ്ലോബലി അക്സെപ്റ്റഡ് IFRS ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന, പബ്ലിക് ഇൻട്രസ്റ്റിൽ വർക്ക് ചെയ്യുന്ന ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഓർഗനൈസേഷനാണ് IFRS ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ IFRS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ സെറ്റ് ഓഫ് അക്കൗണ്ടിങ് റൂൾസ് ആണ്. അതായത് എങ്ങനെ ഇൻഫോർമേഷൻ ഗ്യാദർ ചെയ്യണം, അതുപോലെ തന്നെ അതെങ്ങനെ ഫിനാൻഷ്യൽ റിപ്പോർട്ടിൽ പ്രസൻറ്റ് ചെയ്യണം എന്ന് പറയുന്ന സെറ്റ് ഓഫ് അക്കൗണ്ടിങ് റൂൾസ് ആണ് IFRS എന്ന് പറയുന്നത്. IFRS ഫൗണ്ടേഷൻ എന്ന് പറയുന്നതോ ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഓർഗനൈസേഷനാണ്, പബ്ലിക് ഇൻട്രസ്റ്റിലാണ് വർക്ക് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ട്? സിംഗിൾ സെറ്റ് ഓഫ് ഗ്ലോബലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ അല്ലേ? അടുത്തതാണ് വാട്ട് ഈസ് കൾച്ചറൽ ഡൈവേഴ്സിറ്റി. കൾച്ചറൽ ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലേ, പേഴ്സൺസ് എന്ന് പറയുന്നത് തന്നെ പല രീതിയിലുള്ള പേഴ്സൺസ്, പല രീതിയിലുള്ളത് ഉണ്ടായിരിക്കും. അതായത് ജെൻഡറിൻ്റെ ബേസിൽ, എത്തിക്സിൻ്റെ ബേസിൽ, റേസിൻ്റെ ബേസിൽ, അങ്ങനെ പല രീതിയിലുള്ള ആളുകൾ ഉണ്ടായിരിക്കും. അതിനെയാണ് നമ്മൾ കൾച്ചറൽ ഡൈവേഴ്സിറ്റി, പല ഡൈവേഴ്സിറ്റി ഉണ്ടായിരിക്കും. ഇനി വർക്ക് പ്ലേസിൽ കൾച്ചറൽ ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എംപ്ലോയീസ്, നമ്മുടെ വർക്ക് പ്ലേസിലുള്ള എംപ്ലോയീസ് തന്നെ പല ബാക്ക്ഗ്രൗണ്ട്സിൽ നിന്നുള്ള ആൾക്കാരായിരിക്കും അല്ലേ, പല റേസസിൽ നിന്നുള്ള ആൾക്കാരായിരിക്കും, പല പൊളിറ്റിക്കൽ വ്യൂസ് ഉള്ള ആൾക്കാരായിരിക്കും. അങ്ങനെ ഡിഫറെൻറ്റ് ബാക്ക്ഗ്രൗണ്ട്സിൽ നിന്നുള്ള ആളുകളായിരിക്കും നമ്മുടെ വർക്ക് പ്ലേസിൽ എന്തായിട്ടുണ്ടായിരിക്കുക? എംപ്ലോയീസ് ആയിട്ട് ഉണ്ടായിരിക്കുക. അങ്ങനെയുള്ളതിനെയാണ് എന്തെന്ന് പറയുന്നത്? കൾച്ചറൽ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഡു യു മീൻ ബൈ വിൻഡോ ഡ്രസ്സിങ്? വിൻഡോ ഡ്രസ്സിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതൊരു ഷോർട്ട് ടേം ആയിട്ടുള്ള സ്ട്രാറ്റജിയാണ് കമ്പനീസ് യൂസ് ചെയ്യുന്നതാണ്. കമ്പനീസ് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? അതായത് അവരുടെ ഫിനാൻഷ്യൽ റിപ്പോർട്ട് ആയിക്കോട്ടെ, പോർട്ട്ഫോളിയോസ് ആയിക്കോട്ടെ, കുറച്ചുകൂടി എന്താണ് ക്ലയൻസിനെയും കൺസ്യൂമേഴ്സിനെയും ഇൻവെസ്റ്റേഴ്സിനെയൊക്കെ അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിൽ, അപ്പീലിംഗ് ആയിട്ടുള്ള രീതിയിൽ കാണിക്കുന്ന ആ ഒരു ഷോർട്ട് ടേം സ്ട്രാറ്റജിയാണ് വിൻഡോ ഡ്രസ്സിങ് എന്ന് പറയുന്നത്. അതായത് എന്താണ്? അസറ്റ്സിൻ്റെ വാല്യൂസ് കൂട്ടി കാണിക്കുന്നു. അങ്ങനെ എന്തെങ്കിലുമൊക്കെ കുറച്ച് കാര്യങ്ങൾ ചെയ്തുകൊണ്ട്, അതായത് നമ്മുടെ ഓൾറെഡി അങ്ങനെ ഉണ്ടാവില്ല, പക്ഷെ കുറച്ച് പൊലിപ്പിച്ച് കാണിക്കാന്നൊക്കെ പറയില്ലേ, അങ്ങനെ കാണിച്ചുകൊണ്ട് കുറച്ചുകൂടി ക്ലയൻസിനെയും കൺസ്യൂമേഴ്സിനെയും ഇൻവെസ്റ്റേഴ്സിനെയും ഒക്കെ അട്രാക്റ്റ് ചെയ്യാനുള്ള രീതിക്ക് നമ്മുടെ ഫിനാൻഷ്യൽ റിപ്പോർട്ട് അല്ലെങ്കിൽ പോർട്ട്ഫോളിയോ ആക്കുന്നതിനെയാണ്, ആ ഒരു ഷോർട്ട് ടേം സ്ട്രാറ്റജീനെയാണ് എന്തെന്ന് പറയുന്നത്? വിൻഡോ ഡ്രസ്സിങ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അടുത്തതാണ് വാട്ട് ഡു യു മീൻ ബൈ ക്ലോസ് 49? ക്ലോസ് 49 എന്ന് പറയുന്നത് ലിസ്റ്റിംഗ് എഗ്രിമെൻറ്റിലെ ക്ലോസ് ആണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ഒരു ക്ലോസ് 49 എന്താ ഉള്ളത്? നമ്മുടെ കോർപ്പറേറ്റ് ഗവർണൻസിൻ്റെ കംപ്ലീറ്റ് ഗൈഡ് ലൈൻസ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്ലോസ് 49 എന്ന് പറഞ്ഞാൽ നമ്മുടെ കോർപ്പറേറ്റ് ഗവർണൻസിൻ്റെ കംപ്ലീറ്റ് ഗൈഡ് ലൈൻസ് പറയുന്ന ക്ലോസ് ആണ് ക്ലോസ് 49. ഈ ക്ലോസ് 49 തന്നെ നമ്മൾ 11 മേജർ സബ് ക്ലോസസ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഓരോന്നിലും എന്താണ്? പ്രൊവിഷൻസ് അണ്ടർ കംപ്ലയൻസ് ഓഫ് കോർപ്പറേറ്റ് ഗവർണൻസ്, കോർപ്പറേറ്റ് ഗവർണൻസിൽ വരുന്ന ഓരോ പ്രൊവിഷൻസും ആണ് പറയുന്നത്. അപ്പോൾ ക്ലോസ് 49 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കംപ്ലീറ്റ് ഗൈഡ് ലൈൻസ് ആണ്, നമ്മുടെ കോർപ്പറേറ്റ് ഗവർണൻസിൻ്റെ കംപ്ലീറ്റ് ഗൈഡ് ലൈൻസ് പറയുന്നതാണ് ക്ലോസ് 49. അതുപോലെ തന്നെ ക്ലോസ് 49 നമ്മൾ വീണ്ടും 11 മേജർ സബ് ക്ലോസസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഓരോന്നിലും എന്താണ്? പ്രൊവിഷൻസ് ആണ്, കോർപ്പറേറ്റ് ഗവർണൻസുമായിട്ട് കംപ്ലൈൻസ് ചെയ്തിട്ടുള്ള പ്രൊവിഷൻസ് ആണ് പറയുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഡു യു മീൻ ബൈ ഷെയർ ഹോൾഡർ ആക്ടിവിസം? ഷെയർ ഹോൾഡർ ആക്ടിവിസം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു കമ്പനിയിലെ ഒരു ഷെയർ ഹോൾഡർ ഉണ്ടെന്ന് വിചാരിക്കുക. ആ ഷെയർ ഹോൾഡർക്ക് നമ്മുടെ കമ്പനിയിലുള്ള ഏതെങ്കിലും ഒരു പോളിസി അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് ചേഞ്ച് ചെയ്യണമെന്നുണ്ട്. ആ ചേഞ്ച് ചെയ്യണം എന്നുള്ള ഷെയർ ഹോൾഡറിൻ്റെ നീഡ് ഷെയർ ഹോൾഡർ ആരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ്? കമ്പനിയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് എടുക്കുന്ന ഒരു എഫേർട്ട് ഉണ്ട് അല്ലേ? ആ എഫേർട്ടിനെയാണ് ഷെയർ ഹോൾഡർ ആക്ടിവിസം എന്ന് പറയുന്നത്. അതായത്
ഷെയർ ഹോൾഡർക്ക് കമ്പനിയുടെ പോളിസിയിലോ മാനേജ്മെൻറ്റിലോ എന്തെങ്കിലും ചേഞ്ച് വരുത്തണം. ആ ചേഞ്ച് വരുത്താനായിട്ട് എന്ത് ചെയ്യാണ്, നമ്മുടെ ഷെയർ ഹോൾഡർ എന്തെങ്കിലും ഒരു എഫേർട്ട് എടുത്തിട്ട് കമ്പനിയോട് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ ആ എടുക്കുന്ന എഫേർട്ടിനെയാണ് ഷെയർ ഹോൾഡർ ആക്ടിവിസ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഇസ് സോഷ്യൽ ഓഡിറ്റ്? സോഷ്യൽ ഓഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ ഓർഗനൈസേഷൻ്റെ സോഷ്യലായിട്ടുള്ളതും എത്തിക്കലായിട്ടുള്ള പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മെഷർ ചെയ്യുക അല്ലെങ്കിൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, റിപ്പോർട്ട് ചെയ്യുന്ന ആ ഒരു വേനെയാണ് സോഷ്യൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ ഓർഗനൈസേഷൻ്റെ സോഷ്യലായിട്ടുള്ളതും എത്തിക്കലായിട്ടുള്ള ഇൻഫോർമേഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, അതിനെ മെഷർ ചെയ്യുക, അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, റിപ്പോർട്ട് ചെയ്യുക ഒക്കെ ചെയ്യുന്ന ആ ഒരു വേനെയാണ് സോഷ്യൽ ഓഡിറ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയും പറഞ്ഞ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഓക്കെ ആണ്, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ട്. ഇനി ഇതുപോലത്തെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ കിട്ടണമെന്നുണ്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. പിന്നെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ ഇതിൻ്റെ നോട്ട്സ് നമ്മൾ ടെലിഗ്രാം ഗ്രൂപ്പിൽ കൊടുക്കുന്നുണ്ട്. അതിൽ ജോയിൻ ചെയ്യാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ അതിലും ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്തേക്കാം കേട്ടോ.